ഈ ഷെയ്ത്വാൻ ഹാളിറായി ജനങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറയുന്ന സിഹ്ർ, അതിന് ഹക്കീക്കത്തിൻ്റെ തഫ്സീറുണ്ട്. ആഭിചാരത്തിന് അമാനവലി അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞ ആഭിചാരത്തിന് ഹക്കീക്കത്തിൻ്റെ തഫ്സീറിന് ഇജ്മാ ഉണ്ട്. അതെവിടെ വെച്ച് എപ്പോൾ നടന്നു, ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്, എവിടേക്കാണ് രേഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഇജ്മാ ആണെങ്കിലും ഖിയാസ് ആണെങ്കിലും അതിനെന്ത് വേണം? ഖുർആനിൻ്റെ ആയത്തിൻ്റെ പിൻബലം വേണം. അല്ലാതെ ഇജ്മായിലെത്താൻ പറ്റില്ല. ഹദീസ് വേണം. ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഏത് ആയത്തിൽ നിന്ന് ഏത് ഹദീസിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ട് എവിടെ വെച്ച് നടന്നു, ഏത് സമയത്ത്, ഏത് കാലഘട്ടത്തിൽ, ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്. അതോ ഇബ്നു തൈമിയ്യ പറഞ്ഞപ്പോൾ ഹംബലി മദബിലെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഷാഫി മദബ് പറഞ്ഞപ്പോൾ അവർ തമ്മിലൊരു ഇജ്മാ ഉണ്ടായിരുന്നാണോ, അവരിൽ ഇത്തിഫാഖ് ഉണ്ടായിരുന്നാണോ, അതോ ഇജ്മാഇൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള ഇജ്മാ ആണോ? ഇസ്തിആനത്തു ശൈത്താൻ എന്ന് പറഞ്ഞു, ശൈത്താൻ്റെ സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞു, ശൈത്താൻ ഹാദിറാകും, ശൈത്താൻ എന്നിട്ട് ഇങ്ങനെ അവിടെ ചെയ്തു കൊടുക്കും എന്നൊക്കെ എവിടെ ഉള്ളത്? അപ്പോൾ ഏതായാലും ശൈത്താന് സഹായിക്കുന്നതായി. അതുണ്ടാകാൻ പറ്റില്ല, കാരണം ശൈത്താൻ അഭൗതികല്ലേ. അഭൗതികമായ ശൈത്താൻ സഹായിക്കുന്ന പറഞ്ഞാൽ തന്നെ അഭൗതിക സഹായമായില്ലേ. അപ്പം നിങ്ങളെ പുതിയ അസ്ര പ്രകാരം നിങ്ങൾ തന്നെ ശിർക്കിലായി പോകും ഈ വാദപ്രകാരം. ആവട്ടെ, വിഷയമല്ല. അപ്പോൾ ഇനി അതിനപ്പുറത്തോലും ഉണ്ടോ? ഇതാ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഹാദിറായാലൊക്കെ പഠിപ്പിച്ചു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞാൽ എന്താ അറിയോ? വഇദാ സഅല ശൈഖുൽ മഖ്ദൂമു അൻ അംരിൻ ഗായിബിൻ ഇമ്മാ സരിഖ വഇമ്മാ ശഖ്സുൻ മാത വതലബ മിൻഹു അൻ യുഖ്ബിറ ബിഹാലിഹി ഔ ഇല്ലത്തുൻ ഫിൻ നിസാ വഗൈരി ദാലിക, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫഇന്നൽ ജിന്നിയ, ജിന്ന് ഖദ് യുമസ്സിലു ദാലിക, ആ രൂപത്തിൽ വരും. ഫയുരിയഹു, അവന് കാണിച്ചു കൊടുക്കും. സൂറത്തുൽ മസ്റൂഖി, മോഷ്ടിക്കപ്പെട്ട വസ്തുവിൻ്റെ ആ രൂപം ജിന്ന് കാണിച്ചു കൊടുക്കും. എന്ന് ഫയഖുലു ശൈഖു ദഹബ ലക്കും കദാ വകദാ, അപ്പോൾ ശൈഖ് ഇതാ നിങ്ങൾ ഇന്ന സാധനം പോയിട്ടില്ലേ എന്ന് പറയും. ثم إن كان صاحب المال معلما وأراد أن يدله على سرقته مثل له شيخ الذي أخذه المكان الذي فيه المال فيذهبون إليه فيجدونه كما قال. ഇത് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇബ്നു തൈമിയ്യ എഴുതിക്കോളി മുശ്രിക്കുകളുടെ പട്ടികയ്ക്ക് രണ്ടാമത്തെ ആൾ. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇബ്നു തൈമിയ്യ ഇത് ശരിയല്ല എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് എന്താ മദ്ഹബ്? അത് ഖുർആനെതിരാണ്. ആരാ പറഞ്ഞു? നിങ്ങളല്ലേ. ഖുർആൻ അർത്ഥം വെച്ച് നിങ്ങളല്ലേ, ഇതിനെതിരായത് നിങ്ങളല്ലേ. വേറെ ആരാ പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാം എങ്ങനെ പറയും? നിങ്ങളെങ്ങനെ ഖത്താബിക്ക് ഇമാം എന്ന് പറയാം? ഇമാം ഖത്താബി എങ്ങനെ പറയാം? റഹിമുള്ള എങ്ങനെ പറയാം? ഒരു കുഫ്റും ശിർക്കും പ്രചരിപ്പിച്ച ആളെ പറ്റി പറയാൻ കഴിയുമോ? ഇത് അതേ ഇബ്നു തൈമിയ്യ വീണ്ടും പറയുന്നു. നേരത്തെ വായിച്ച ഒന്നും വായിച്ചില്ല. ഫുഹ മിൻ ഇആനത്തി ശയാത്തീനി, മിൻ ഇആനത്തി ശയാത്തീനി, ശൈത്താന്മാരുടെ സഹായമാണ് ലിബനി ആദമ, ആദം സന്തതികൾക്ക്. അത് നിങ്ങൾ പറഞ്ഞു ചോദിച്ചത്. ഇന്ന് നിങ്ങൾ പറഞ്ഞ എന്താണ്? അത് സഹായമൊക്കെ ഉണ്ട്, അതെന്താണ് ഇങ്ങനെ തോന്നിപ്പിക്കലാണ്, വസ്വാസ നഫ്സാണ്. അല്ല, ഫഇന്നൽ കാഹിന തുഖ്ബിറുഹു അൽ ജിന്നു, കാഹിനോട് ജിന്ന് പറഞ്ഞു കൊടുക്കും. കാഹിനോട് ജിന്ന് പറഞ്ഞു കൊടുക്കും. വകദാലിക സാഹിറു, അതേപോലെ സാഹിറും. അപ്പം കാഹിനും സാഹിറിനും ജിന്ന് വിവരം നൽകും. അതെങ്ങനെ നൽകുക? വിവരം നൽകൽ ഇന്നമാ യഖ്തുലു വയംരിളു വയസ്അദു ഫിൽ ഹവാഇ, ഈ സാഹിർ, ഈ കാഹിന് അവൻ കൊലപാതകം ചെയ്യുന്നു, അവൻ രോഗമുണ്ടാക്കുന്നു, വായുവിലേക്ക് കയറിപ്പോകുന്നു. വനഹുദാലിക ബിഇആനത്തി ശയാത്തീനി ലഹു, ശൈത്താന്റെ സഹായം കൊണ്ടാണ് അവൻ വായുവിലേക്ക് പോകുക. അതിൽ പണ്ട് ശബാബിൽ എഴുതിയത്, പാറിപ്പോണ് കണ്ടാലും ശൈത്താൻ താങ്ങിക്കൊണ്ടുപോയി വിചാരിച്ചാൽ മതി, പെട്ടുപോണ്ട എന്ന് പണ്ട് ശബാബിലല്ലോ. ആ ശബാബം കുഫറിന്റെ പ്രചാരമായിരിക്കും നിങ്ങളെപ്പത്തെ വാദപ്രകാരം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് സുഹൃത്തെ അവരൊക്കെ പറഞ്ഞത്, ഇതാണ് അവരൊക്കെ പറഞ്ഞത്. ഇതിനപ്പുറത്തില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഇവരൊക്കെ മുസ്ലിക്കാണ്, ഇവരൊക്കെ കാഫിർ നിങ്ങൾ പറയും, അത് പറയേണ്ടിരും. ഫൈസൽ മുസ്ലിം മാത്രമല്ല, നിങ്ങൾക്ക് ഏതായാലും കാഫിറാക്കലും മുസ്ലിക്കാക്കലും ബേജാറില്ലാത്ത സംഗതിയാണല്ലോ. അതുകൊണ്ട് ഇവരൊക്കെ ഈ എഴുതിയൊക്കെ ഇത് കുഫർ തന്നെയാണെന്ന് പറയും. ഇബ്നു തൈമിയ്യ എഴുതിയത്, ഇബ്നു ഉസൈമിൻ എഴുതിയത്, ഷെയ്ഖ് ഫൗസാൻ എഴുതിയത്, ഇബ്നു ബാസ് എഴുതിയത്, എത്ര വേണം? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ജാഹിലികളാണ് ഇത് നിഷേധിക്കുന്നത്. ഇബ്നു ഖയ്യിമിന്റെ സാദുൽ മആദിൽ കാണാം, കിതാബു തിബ്ബിൽ. ജാഹിലികളാണ് ഇത് നിഷേധിക്കുക. മാസിരി പറഞ്ഞ മുബ്തദിഈങ്ങളാണ് നിഷേധിക്കുക എന്നാണ്. ഇത് മുൽഹിദാണ് എന്ന ഫത്തുൽ ബാരിയിലെ മറ്റൊരു പദപ്രയോഗം. എന്നാൽ ഓരൊക്കെ മുസ്ലിക്കും കാഫിറാണെന്ന് പറഞ്ഞാൽ ഞാൻ സമാധാനമായല്ലോ. അവസാനം ഞാനും എൻ്റെ കെട്ടിയവനും ഒരു തട്ടാണെന്ന് പറഞ്ഞ പോലെ അവിടേക്ക് മാത്രം മാറേണ്ടി വരും എന്നാണ്. ഇനി അമാനി മൗലവി റഹിമഹുല്ലാഹ് എഴുതിയ ഒരു ഭാഗം, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ആയിഷ പ്രസ്താവിച്ചതായി ഉദ്ധരിക്കുന്നു. ജ്യോത്സ്യന്മാരെ പറ്റി നബിയോട് ചോദിക്കപ്പെട്ടു. തിരുമേനി പറഞ്ഞു അത് ഒന്നും തന്നെയല്ല, അഥവാ നിരർത്ഥകമാണ്. സഹാബികളെ പറഞ്ഞു ചിലപ്പോൾ അവർ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാവുന്നുണ്ടല്ലോ. തിരുമേനി പറഞ്ഞു യഥാർത്ഥമായിരിക്കുന്ന ആ വാക്ക് ജിന്ന് ആകാശത്ത് നിന്ന് തട്ടിയെടുക്കുന്നതാണ്. എന്നിട്ട് അവൻ്റെ ബന്ധുവിൻ്റെ അഥവാ ഗണിതക്കാർ മുതലായവരുടെ ചെവിയിൽ പിടക്കോഴി കറ ശബ്ദിക്കുന്നത് പോലെ ശബ്ദിക്കും. അവർ അതിൽ കൂടി 100 കളവും കലർത്തും. മുത്തഫഖുൻ അലൈഹി. അപ്പം ജിന്ന് ആകാശത്ത് നിന്ന് കേട്ട്
സാഹിറും കാഹിനുമായ ഇവൻ്റെ ആളുകളെ കാതിൽ വന്ന് കോഴി കുറുകുന്ന പോലെ മന്ത്രിച്ചു കൊടുക്കും. അല്ലാതെ കലൂര് വസ്വാസം മാത്രമല്ല. നിങ്ങളെ കണക്ക് പറയുമ്പോൾ വസ്വാസം ഉണ്ടാകാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ വസ്വാസം മാത്രം കാതിൽ പറഞ്ഞു കൊടുക്കുന്നു, ആളെ മേൽപോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഞങ്ങളല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞതാണെങ്കിൽ ഞങ്ങളെ മേത്തേക്ക് എടുക്കാം. ഇബിന് തൈമിയ പറയുന്നു, ഇബിന് ഖയ്യിം പറയുന്നു. ആരാ പറയാത്തത്? എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് യഥാർത്ഥ വസ്തുത. ഇനി ആ ഇജ്മാ ആര് പറഞ്ഞു അത് വേണ്ടതാണ്. നമുക്ക് തർക്കമുണ്ടോ ഇജ്മാൻ്റെ കാര്യത്തിൽ? ഖുർആനും സുന്നത്തിനും എതിരായ വിഷയം ഇജ്മാ ആവൂലെന്ന് ഉറപ്പല്ലേ? മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആവൂല. ഖുർആനും സുന്നത്തിനും എതിരായ വിഷയത്തിൽ ലാ തജിത്തമി ഉമ്മത്തി അലല്ലാല, എൻ്റെ ഉമ്മത്ത് ദലാലത്തിൽ ഏകോപിക്കുകയില്ല. അവിടെ ഇജ്മാ ഉദ്ധരിച്ചു ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ. ഇമാം ഷൗക്കാനി ഇജ്മാ ഉദ്ധരിച്ചു. ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, അജ്മഅൽ ഉലമാഉ. ഇമാം നവവി റഹിമഹുല്ലയുടെ വാചകം ഞാൻ നേരത്തെ പറഞ്ഞു. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞ വാചകം സഹീഹ് മുസ്ലിം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ പറഞ്ഞത്? വഖദ് ഇത്തഫഖ, ഇത്തിഫാഖുണ്ട്. ആര് ഇത്തിഫാഖുണ്ട്? വഖദ് ഇത്തഫഖ, ഇതിൽ ഏകോപിച്ചിരിക്കുന്നു അത് മദ്ഹബു അഹ്ലി സുന്നത്തി വജുംഹൂരി ഉലമാഇൽ ഉമ്മത്തി എന്നാണ്. മദ്ഹബു അഹ്ലി സുന്ന, അഹ്ലുസുന്നയുടെ മദ്ഹബ് ഇതാണ്. അഹ്ലുസുന്ന മാത്രമല്ല, വജുംഹൂരി ഉലമാഇൽ ഉമ്മ, അഹ്ലുസുന്ന അല്ലാത്ത ഉമ്മത്ത് മൊത്തം എടുത്താൽ, അതിലെ മൊത്തം പണ്ഡിതന്മാരെടുത്താൽ അതിലെ മഹാഭൂരിപക്ഷവും ഈ അഭിപ്രായക്കാരാണ്. ഖദരിയാക്കളും മുഅ്തസിലിയാക്കളും മാത്രമാണ് നിങ്ങൾ പറഞ്ഞ വാദം പറഞ്ഞത്, വേറെ ആരും പറഞ്ഞിട്ടില്ല. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഇമാം ഷൗക്കാനി ഫത്ഹുൽ ഖദീറിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, ഫഇന്നൽ മുസ്തഫാദ മിൻ ജമീഇ ദാലിക അന്ന ലിസ്സിഹ്രി തഅ്സീറൻ ഫീ നഫ്സിഹി ഇത് വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ എന്ന ആയത്ത് വെച്ച് ഷൗക്കാനി പറയാണ്, ഈ ആയത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അന്ന ലിസ്സിഹ്രി തഅ്സീറൻ ഫീ നഫ്സിഹി, ഇതിൽ തഫ്സീറുണ്ട്. വലാകിനു ലാ യുഅസ്സിറു ദററൻ ഇല്ലാ ഫീ മൻ അദിനല്ലാഹു ബിതഅ്സീരിഹി ഫീഹി, ആരിൽ അതിന് ദോഷമുണ്ടാകാനാണോ അല്ലാഹു തആല നിശ്ചയിച്ചത് അവർക്ക് മാത്രമേ ദോഷമുണ്ടാവുകയുള്ളൂ. വഖദ് അജ്മഅ ഇജ്മാ ആയിരിക്കുന്നു അഹ്ലുൽ ഇൽമി, അഹ്ലുൽ ഇൽമ അറിവുള്ള എല്ലാവരും ഇജ്മാ ആയിരിക്കുന്നു അലാ അന്ന ലഹു തഅ്സീറൻ ഫീ നഫ്സിഹി വഹഖീഖതൻ സാബിതതൻ, ഇത് തഅ്സീറുമുണ്ട് സ്ഥിരപ്പെട്ട ഹഖീഖത്തുമുണ്ട് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. വഖദ് അജ്മഅ അഹ്ലുൽ ഇൽമി, അഹ്ലുൽ ഇൽമി ഇജ്മാ ആയിരിക്കുന്നു. വലം യുഖാലിഫ് ഫീ ദാലിക, ഇതിന് എതിര് പറഞ്ഞിട്ടില്ല ഇല്ലൽ മുഅ്തസിലതു, മുഅ്തസിലാക്കളല്ലാതെ, വ അബൂ ഹനീഫത്ത, അബൂ ഹനീഫയുമല്ലാതെ. അബൂ ഹനീഫയുടെ പേരിൽ രണ്ടു തരം റിവായത്തുണ്ട്. അത് നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം അല്ലതാനും, വേണ്ടി നമുക്ക് ആ വിഷയം വിശദീകരിക്കാം മറ്റു സമയത്ത്. അതുകൊണ്ട് തന്നെ അജ്മഅ അഹ്ലുൽ ഇൽമ്, ഇൽമുള്ളവരെല്ലാം ഇജ്മാ ഉണ്ട്. ഷൗക്കാനി പറയുന്നു, നീ ഷൗക്കാനിയും മുസ്ലിക കാഫിറ പറയും, നിങ്ങൾ പറഞ്ഞോളി, അത് നിങ്ങൾ പറഞ്ഞോളി. അപ്പം ഹഖീഖത്തുണ്ട് തഫ്സീറുണ്ട് എന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല. മാത്രവുമല്ല, ഞാൻ നേരത്തെ വായിച്ചു, നേരത്തെ ഞാൻ പരാമർശിച്ചു ഇബ്നു ഖുതൈബയുടെ തവീൽ മുഖ്തലിഫ് ഹദീസ്. എന്താ പറഞ്ഞത്? മുഖാലിഫുൽ ലിൽ മുസ്ലിമീൻ, ഇതിനെതിരെ പറയുന്ന ആളുകൾ മുഖാലിഫുൽ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് മുഴുവനും എതിരാകുന്നവരാണ്. മുഖാലിഫുൽ ലിൽ ഉമ്മമി കുല്ലിഹ, എല്ലാ ഉമ്മത്തിനും എതിരാണ്. അപ്പം എന്തായാലും മനഹജ് വേണം, ഒരു പറഞ്ഞാൽ പോരാ, തെളിവ് വേണം, തെളിവ് ഇതാ. അദ്ദേഹം പറഞ്ഞു മുഖാലിഫുൽ ലിൽ ഖുർആൻ, ഖുർആനും എതിരാണ്. മുആനിദുൻ ലഹു, ആ ഖുർആനോട് ദാഷ്ട്യം കാണിക്കുന്നവനാണ്. ബിഗൈരി തഅ്വീലിൻ, യാതൊരു തഅ്വീലിനും വകുപ്പില്ല. لأن الله جل وعز قال رسول الله صلى الله عليه وسلم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد فأعلمنا, അപ്പോൾ അല്ലാഹു നമ്മളെ അറിയിച്ചു അന്ന സവാഹിറ യൻഫുസ്ന ഫീ ഉഖദിൻ യഅഖിദ്നഹ കമാ യത്ഫുലു റാഖി വൽ മുഅവ്വിദു, സാഹിർ ഇവിടെ കെട്ടുകളിൽ ഊതുന്നു, അതുവഴി ഷർറുണ്ടാകുന്നു എന്ന് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു. അത് മുസ്ലിമീങ്ങൾ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു, അല്ലാത്തവരും സ്വീകരിച്ചിരിക്കുന്നു. മുഅ്തസിലിയാക്കൾ മാത്രമാണ് അതിനെതിരായി പോയത് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ്